റെക്കോർഡായി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ടങ്ങിരുന്നതാണ്. നമ്മൾ ഗവി ഫോറസ്റ്റ് എൻട്രൻസ് ടിക്കറ്റൊക്കെ വാങ്ങി ഇവിടെ നമ്മൾ വന്നപ്പോൾ KSRTC SN കോളേജ് കൊല്ലത്ത് നിന്ന് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇപ്പോൾ വനശ്രീ കഫേ ഉണ്ട്, പൊതി വാങ്ങാം, ഫുഡുകൾ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ തിരിച്ചുവിട ഇവിടെ തിരിച്ചുവിടേ. KSRTCയിൽ വന്ന സ്റ്റാഫ് ഒന്ന് നോക്കി. ഹലോ സിസ്റ്ററെ, നമ്മളെ കൂട്ടുകാരിയുടെ ഫ്രണ്ടാണ്. അപ്പം അവർക്ക് ഇട്ടുകൊടുക്കും. ഇതാണ് നമ്മൾ പാസ് എടുക്കുന്ന സ്ഥലം. ഗവി ഗുഡ്രിക്കൽ ഫോറസ്റ്റ് ഓഫീസാണ്. ഇനി ഇതാ നമ്മൾ നേരെ ഗവിയിലോട്ട് പോകണം. ഗവി മലയാണ് കാണുന്നത്. നേരെ പോയ പത്തനംതിട്ട വടശ്ശേരിക്കര ആങ്ങാമൊഴി. ആങ്ങാമൊഴിയാണ്. ആങ്ങാമൊഴി ഗവി ഇവിടെ നിന്ന് ലെഫ്റ്റ് 61 ആങ്ങാമൊഴി പാലത്തിൽ കൂടെ കയറിയാണ് നിങ്ങൾ. ഇത് ആങ്ങാമൊഴി പുഴ. ആങ്ങാമൊഴി പുഴ ചിറ്റാറിലേക്ക് പോവാണ്. മൂഴിയാർ പവർ ഹൗസ്. നമ്മൾ വിചാരിച്ചതിന്റെ പകുതി ദൂരെ ഉള്ളായിരുന്നു കേട്ടോ. 96 കാണിച്ച് എന്തോന്നു GPS 96 കാണിച്ചത്. 42 കിലോമീറ്റർ ഉള്ളായിരുന്നു. അത് വേറെ റൂട്ടായിരിക്കും. അത് വേറെ റൂട്ടാണ്. വേറെ റൂട്ടൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ആ റൂട്ട് വഴിയാണ് നാളെ നമ്മൾ പോകുന്നത്. കുറ്റിക്കാനം. അടുത്ത ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിലോട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് എടുക്കുന്നതിന് ഒരു ഫോറസ്റ്റ് ഓഫീസർ, ജസ്റ്റ് ചെക്ക് പോസ്റ്റ് വേറെ ഫോറസ്റ്റ് ഓഫീസോ. ഇവിടെ ആ പാസ് കിട്ടിയല്ലോ. ഇവിടെ പാസ് കാണിച്ചിട്ട് ഇനി അമ്മ ചെക്കിങ് വല്ലതും നമ്മൾ ഓൺലൈനിൽ എടുത്ത പാസ് ഇതാണ്. നമ്മൾ ഇതിനകത്തൊരു നമ്പറുണ്ട്. നമ്പർ അവർ കണ്ടോ ഇപ്പം അവർ കമ്പ്യൂട്ടർ കിടക്കില്ല. അവർക്ക് ID നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടും. നമ്മളിവിടെ വേറെ ഫീസൊന്നും കൊടുത്തില്ലല്ലോ. അങ്ങനെ ഫീസ് അടച്ചതാണോ അടച്ചത് ഓൺലൈൻ നേരത്തെ? അല്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒരു ഹാണടിച്ചല്ലേ മരം മുറിക്കുന്നു. പാർക്ക് ചെയ്ത എല്ലാവരും നല്ല ഗസ്റ്റ് ഹൗസ് കിട്ടുക. വീടിനെ വന്നല്ലേ ചെറിയൊരു ബാത്റൂമും കിടക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ രൂപ 1000 രൂപ ഡെയിലി കിട്ടും. അവിടെ അക്കോമഡേഷൻ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ കയറിയ പ്രശ്നമാണ്. ഈ വഴി കയറിയ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് പിന്നെ ഈ IBA ഉണ്ട്.
പിന്നെ അങ്ങുണ്ട് അത് ഒരു റൂമിന് 5000 10,000 ഒക്കെയാണ് സീയത്തോട്. അല്ല ഈ ഡൽഹിയിൽ ഫോറസ്റ്റിന്റെ തന്നെ ഉണ്ടല്ലോ, അത് അത്രയൊന്നും കാണില്ല കേട്ടോ. 1000 2000 ഒക്കെ കാണും. പ്രൈവറ്റ് ഉണ്ട് അതിനകത്ത് ഗവിക്കകത്ത്. ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൗസുകളുണ്ട്, അത് പക്ഷേ ബുക്ക് ചെയ്യണം. ഫോറസ്റ്റ് സൈറ്റിൽ കയറി ബുക്ക് ചെയ്യണം. ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് അത് ഫോറസ്റ്റിന്റെ വണ്ടിയാണ്. അവർക്ക് കാറായ ജീപ്പൊക്കെ പറയോ? ഹോം സ്റ്റേയിലൊക്കെ ആളുണ്ട് കേട്ടോ. ഹോം സ്റ്റേയിലൊക്കെ ആളുണ്ട്. 2 വണ്ടി കിടക്കും. മുകളിൽ കാരിയറൊക്കെ ഉള്ള വണ്ടി, ഒരു നല്ല കറക്കം പാർട്ടി. ലഗേജൊക്കെ വെച്ചുകൊണ്ട് വരാം. ഹലോ. ഓ മനസ്സിലായ. ഒന്നും ആയില്ല. ഞാൻ വേറൊരു യാത്രയിലാണ്. യാത്ര പോയിട്ട് വരട്ടെ. ഞായറാഴ്ച വരുള്ളൂ. ഞായറാഴ്ച വൈകിട്ട് വരും. വിളിക്കാം. നമ്മളെ സംസാരിക്കാം. വരട്ടെ. ഓക്കെ. ഇവിടെ എല്ലാം റേഞ്ച് ഉണ്ട് അല്ലേ? ജിയോ റേഞ്ച് ഉണ്ട്. കല്ലുകാക്ക എന്നെ ചെയ്യുന്ന 1/2 കിലോമീറ്റർ അകത്തൊരു 38 സെന്റ് വസ്തു 4 കോർട്ട് പിടിക്കാം. ഇപ്പം 1:10 തരാം. 1:45 രൂപ. അത് ഏത് പ്ലോട്ട്? അത് ഏത് പ്ലോട്ട്? 1/2 കിലോമീറ്റർ എന്നെ ചെയ്യുന്നു. 4 വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അത് സുഖമായിട്ട് 2 രൂപ വയ്ക്കും. പ്ലോട്ട് ഇരിച്ചാലേ മിനിമം. എൻ്റെ ഫോൺ പെട്ടെന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. പോക്കറ്റില്ല. പോക്കറ്റിലുണ്ട്. കത്തി വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കാറില്ല. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു അത്? അത് നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ ഇങ്ങോട്ട് എത്താനായിട്ട്? 2 കിലോമീറ്റർ നമ്മൾ ജംഗ്ഷനിൽ വന്നിട്ടാണ് പോയത്. 2 കിലോമീറ്റർ. ഈ അതൊക്കെയല്ലേ പോണത്. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. ഓ വണ്ടിയൊക്കെ കഴുകാന്ന്. 2 കഴുത്ത് വഴിയിട്ടങ്ങനെ. നടന്നു പോയാലും ഇതിനേക്കാളും പെട്ടെന്ന് പോകും. ഫോറസ്റ്റ് ആയില്ലേ? അതെ, അടുത്ത ഗവിയിലെ എൻട്രൻസ് ആണ്. ചെക്കിംഗ് പോയിന്റായി. പോണ വഴിക്ക് ആനയൊക്കെ ഒരു ഒറ്റയാനുണ്ട് അവിടെ. എന്നാൽ നമ്മളന്ന് റോഡിന് അടുത്ത് കയറിയിരുന്നു. ഓക്കെ. ഞങ്ങൾ പിന്നെ വെറുതെ അവിടെ ഇട്ടിരുന്നു. ഇപ്പം ഇത്തിരി കഴിഞ്ഞപ്പോൾ അങ്ങ് തിരിഞ്ഞു പോയത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കൊച്ചാണ്ടി. കുരങ്ങനെ പിടിക്കൂ. അങ്ങനെ കുരങ്ങനെ കണ്ടു. ഫസ്റ്റ് ആനിമലിനെ കണ്ടിരിക്കുന്നു. കൊടുക്ക ഒരു ഐ ഡി കൊടുക്കാൻ.
ഇതിൻ്റെ ട്രൈപ്പോഡൊക്കെ ഇരിപ്പുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് അഭിനയിക്കാം. വീഡിയോ തന്നെ അതെ, ഭയങ്കര ശല്യമുണ്ട് കേട്ടോ. എല്ലാം പകുതി പൊക്കി വെച്ചേക്കും. കിട്ടിയാടെ കിട്ടി ഷീറ്റ് മാറ്റിയിട്ട് എൻ്റെ മുകളിൽ കയറി ഒന്ന് കാണാനായിട്ട്. എന്താ ഐഡിയ നമുക്കുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല. നമുക്ക് സ്ക്രീൻ ഇതുണ്ട്. കുരങ്ങ് ചാടി കയറും. വേണ്ട ക്ലാസ് തുറന്ന് ഇവർക്ക് നമ്മൾ കയറിയ ബസ് ആളുകൾ ഇറങ്ങിപ്പോയായിട്ട് കൺഫേം ചെയ്യണമല്ലോ. വൈകിട്ട് 5 മണിക്ക് മുമ്പായി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്ന് പോകേണ്ട. ചെല്ലുമല്ലേ? ആ, ഈ വള്ളക്കടവ് ചെന്നിട്ട് നമുക്ക് കുറ്റിക്കാനൊക്കെ പോണ വഴി തന്നെ. പരുന്തുംപാറ എല്ലാം കൂടെ എത്ര കിലോമീറ്റർ വരും കുറ്റിക്കാനം വരെ? 50 അത്രേ ഉള്ളൂ. നമ്മുടെ ബാറ്ററിയാണ് 300. അല്ലേ ഇപ്പൊ 247 ഇനി 247 ഓടും. അവിടെ ഉണ്ട് കുറ്റിക്കാനത്ത് ചാർജിങ് ഉണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ കുറ്റിക്കാനത്ത്. അടിപൊളി. വണ്ടിപ്പെരിയാർ ഇറങ്ങി നേരെ പീരുമേട് പോയിട്ടേ തിരിഞ്ഞു കയറാം. അല്ലെങ്കിൽ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ വണ്ടിപ്പെരിയാർ ഇപ്പുറത്ത് തിരിഞ്ഞു കയറി പോകുന്ന വഴിയുണ്ട്. അത് വേണ്ട. കുറ്റിക്കാനം പരുന്തുംപാറ കുറ്റിക്കാനം പീരുമേട് ചെന്നിട്ടേ കയറാവും. അല്ലെങ്കിൽ പരുന്ന് ഇവിടുന്ന് ഒരു വഴിയുണ്ട്. നമ്മുടെ നിങ്ങൾ ചെന്ന് ഇറങ്ങുന്നിടത്ത് നിന്ന് ഇച്ചിരി മുന്നോട്ട് പോയി ലെഫ്റ്റ് ഉണ്ട്. അതൊരു തേയിലത്തോട്ടത്തിനകത്തൂടെ വനത്തിനകത്തോടൊക്കെ കയറി ചെല്ലുന്നത്. പക്ഷെ നല്ല രസമാണ്. പക്ഷേ ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പാടായിരിക്കും. വണ്ടി ഓടിക്കാൻ പാടായിരിക്കും. പിന്നെ ചാർജിങ് ഉള്ളോണ്ട് നോക്കിയാൽ പീരുമേട് ചെന്ന് ലെഫ്റ്റ് കയറിപ്പോയാൽ മതി. നല്ല പോകാം. പീരുമേട് ചാർജിങ് ഉണ്ട്. ഞാൻ വരുന്നുണ്ട്. അതങ്ങ് പോവും. അത് തൂങ്ങി വരുന്നത്. അത് ശബരിമലക്കാട്ടിലുള്ള സാധനമാണ്. പോവാം. ഇത് തുറക്കണ്ടേ? ഹോൺ അടിച്ചാൽ പുള്ളി പൊക്കും. വരുന്നു. അല്ലല്ല, അവിടെ നിന്ന് കൺട്രോൾ ചെയ്യും. പുള്ളി ഒരാളല്ലേ ഉള്ളൂ. രണ്ടുപേരുണ്ട് അവിടെ. അന്ന് അങ്ങോട്ട് എടുത്തിട്ട് അല്ല ഇത് തുറക്കാനേ. അല്ലല്ല, പുള്ളിയല്ലേ ഉള്ളൂ. അവിടെ പൊങ്ങുന്നുണ്ടോ? അവിടെ ഇരുന്നുള്ള കൺട്രോളാണ്. കപ്പിയും കയറുമാണ്. അവൻ താഴോട്ട് ഇറങ്ങുകയല്ലേ. ഇങ്ങനെ ഗവി വി ആർ എൻ്റർ ഗവി. ഫോറസ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഈറക്കാടുകൾ കഴിഞ്ഞു. ഇനി ഇവിടെ ഓൺലി ഫോറസ്റ്റുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് അതിപ്പോൾ എത്ര മിനിറ്റായി? 20 മിനിറ്റ്സേ ഒരു സമയം എടുക്കാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പാവും. സ്റ്റോപ്പായില്ല, ഇപ്പോൾ റെഡ് കത്തുന്നു. സ്റ്റോപ്പാകുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താണ്. അത് ബാറ്ററി ചൂടാവുന്നുണ്ട്. സ്റ്റോപ്പാവുന്നത്. പഴയ ജീപ്പ് ഉണ്ടോ? അതിൻ്റെ ഷീറ്റൊക്കെ മാറ്റി അടിപൊളിയായിട്ട് പോവാണ്. അത് ടാക്സി എടുത്തതാണ്. ടാക്സിയാണ്. എല്ലാം പോറും. ബോഡി മുഴുക്ക പോറും. അവര് പതുക്കെ വരും. അവര് അന്ന് ആന വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാറ്റ് വേണോ?
അതൊക്കെ പൊക്കിയാൽ മതി. ഇത് ഫ്രണ്ട് അതാ അത് പൊക്കിയാ മറ്റേ യവന്മാർ ചാടി കയറും. കുരങ്ങന്മാർ ഈ പുഴുവും കയറും. ഇല്ല അത് നോക്കാം. വെക്കി പുഴു ഒരുപാട് തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ കടിക്കുന്ന മുഴുവല്ലേ ആട്ടാമ്പുഴുവാണ്. നോക്കി പതുക്ക വളവ് ആന നിൽക്കും. ആനയെ ഷൂട്ട് ചെയ്യണേ. വളവ് പതുക്കെ ശരിയാണ്. ആന കയറി നടക്കി. മറ്റേ KSRTC ബസ് വന്നില്ല. നമ്മുടെ പുറകെ വരുന്നുണ്ട്. അവനെ കയറ്റി വിട്ട് അവൻ്റെ പുറകെ പോകുന്നതല്ലേ നമുക്കല്ലേ. എന്നാ വളവേ പതുക്കെ തിരി. ആന റോഡിന്റെ നടുക്ക് കയറി. അതുകൊണ്ട് സ്ലോയില് വളവിൽ പോവും. അല്ലെങ്കിൽ ഇടിച്ചാ നിൽക്കൂ. ഓരോ വളവിലും അത് പ്രതീക്ഷിച്ച് തന്നെ പോണം. നമ്മൾ ഈ ഒരു വളവ് വരുമ്പോൾ ആന നിൽക്കുന്ന കരുതി തന്നെ പോണം. തളിക്കും. പതുക്കെ ഇവിടെ പതുക്കെ ആന അവിടെ നിൽക്കുന്നത് കരുതി പോണം. അങ്ങനെ പോകണം. അങ്ങനെ മണി 10 ഇപ്പൊ 10 മണിയായി. നമ്മൾ 11 മണിയാണ് ഉദ്ദേശിച്ചത്. 1 മണിക്കൂർ എയർലിയ. പതുക്കെ ഇവിടെ എല്ലാം ആന ഉള്ളതാവാം. ഇവിടെ ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. ഒരു ബോർഡ് വയ്ക്കത്തില്ല മൃഗങ്ങളുള്ള. ആനയെ കുറച്ച് നിരപ്പുള്ള സ്ഥലത്തിൽ കൂടെ വരുന്നുണ്ട്. മഴയാണ് പോണ്ട എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞു കേട്ടോ. മഴയാണ് പോണ്ടെന്നൊക്കെ പറഞ്ഞു. ആ ഹീറോ വെട്ടി വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ പാസ് സജീവ് വാച്ച് ചെയ്യണം ആന ഉണ്ടാകുന്നുണ്ടോ. അടിപൊളി ഫോറസ്റ്റ് അല്ലേ. ഗവി റെയിൻ ഫോറസ്റ്റ്. ആനയെ തപ്പി നമ്മൾ നടക്കുകയാണ്. ആനപ്പിണ്ടോ കിടക്കുന്നു ഇവിടെ കിട്ടാൻ. ഏക്കടി തൊട്ടടുത്തല്ലേ അവിടെ മുഴുക്ക ആനയല്ലേ. ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. കിടക്കുന്നുണ്ട് ആനപ്പിണ്ടം അടുക്ക് കിടക്കുന്നുണ്ട്. അത് ഒരുപാട് ദിവസമായി. ഇവിടെ ആന ഉള്ള സ്ഥലമാണ്. നമ്മളെവിടെ വെച്ച് തടഞ്ഞിട്ടുണ്ട്. കണ്ട അവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്നത് ആനച്ചാലാണത്. വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്. ഇന്നിപ്പോ മഴയൊക്കെ പെയ്തോണ്ട് വലിയിട്ട് സ്ലോ കാണാം. അങ്ങനെ കാണുന്നുണ്ടോ? ആന കാണും. ആനക്ക് പിന്നെ മഴ പെയ്തുകൊണ്ട് ദാഹം വലുതായിട്ട് കാണൂല. അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി വന്നതാണ്. ഇവിടെ കട്ടർ റോഡ്. ഓ ഇത്രയും കുഴിയാ. കുഴി ആഴമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വെള്ളം കിടക്കുന്നു. ഇവിടെ മാനൊന്നുമില്ലല്ലേ. ആകെ നിങ്ങൾക്ക് കാണാൻ ഒരു ചാൻസ് മരത്തിൽ നോക്കിയിരിക്കും കേട്ടോ. മലയണ്ണനെ മലയണ്ണൻ കാണും. ഉറപ്പായിട്ടും കാണും. അത് കാണും. പിന്നെ വേഴാമ്പലും കാണും. മറ്റേ എന്തോ വലിയ കൊമ്പുള്ള അല്ല പക്ഷി ഭയങ്കര മുഴക്കി ഭയങ്കര സൗണ്ടുള്ള അവനെയും കാണാം. ഇതൊക്കെ ഉള്ളൂ.